നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ നോക്കാം. കമാൺ. ഞാൻ വോട്ടിട്ടിട്ട് വന്നു, ഏണിക്ക് വോട്ടിട്ട് വന്നു. കാസർഗോഡ് ചെറിയ ഭൂരിപക്ഷത്തിന് കളക്ടർ ജയിക്കുന്നു. ഓക്കെ. മഞ്ചേശ്വരത്ത് മറ്റേ സുരേന്ദ്ര BJP. മഞ്ചേശ്വരത്ത് ടോട്ടൽ എത്ര കേരളത്തിൽ? കേരളത്തിൽ UDF ആണ്. എൻ ഡി എക്ക് എത്ര സീറ്റ്? 3 NDA കിട്ടുന്നു. ഒന്ന് മഞ്ചേശ്വരം, പിന്നൊന്ന് പാലക്കാട്, ഓക്കെ, തിരുവനന്തപുരം. ഓക്കെ. ഏതെങ്കിലും ഒന്ന് കിട്ടും. അപ്പൊ കേരള തുടർഭരണം UDF അല്ല, തുടർഭരണമല്ല UDF-നാണ്. ഒരു 80 സീറ്റ്. അടുത്തത് കാസർഗോഡ് നമ്മളെ കളക്ടർ വാങ്ങിച്ച 7390 ലീഡ് ജയിച്ചു. മഞ്ചേശ്വര അഷ്റഫ്, പിന്നെ UDF മൊത്തത്തിൽ ഭരണ UDF-ന് ഒരു 90-95 അടുത്ത് പ്ലസ് സീറോ. തൃക്കരിപ്പൂരിന്റെ എന്നോട് കേട്ടില്ല. ഞാൻ തൃക്കരിപ്പൂരിന്റെ സന്ദീപ് ആസിഫ്. ഇതിന്റെ പ്രൊഡിക്ഷൻ കാസർഗോഡ് മഞ്ചേശ്വരം എന്റെ ചാൻസ് തൃക്കരിപ്പൂർ കേരളത്തിൽ നീ പറഞ്ഞ വരുന്നില്ല. ഇത് പോളിംഗ് ആവോ? പോളിംഗ് എന്റെ പ്രൊഡിക്ഷന് 2 സീറ്റ് എൻ ഡി എടുക്കും. ഏടല്ലോ? പാലക്കാട്. ഒന്ന് പാലക്കാട്, രണ്ടാമത് 2 സീറ്റ് എൻ ഡി. കാസർഗോഡ് ഓൾമോസ്റ്റ് ലീഗ്. മഞ്ചേശ്വരത്തിന് എന്റെ ലീഗ് വരും. തൃക്കരിപ്പൂർ കേരള മാർക്സിസ്റ്റ് മുസ്തഫ. കേരള 80 മുതൽ 85 സീറ്റ് എന്റെ പ്രൊഡിക്ഷൻ. കാസർഗോഡ് കളക്ടർ മൈനാജി ജയിക്കും. പിന്നെ 9000 വോട്ട് ജയിക്കും. മഞ്ചേശ്വരത്തായിരിക്കും. മഞ്ചേശ്വരത്ത് മഞ്ചോനി NDA സീറ്റ് പിടിക്കും പ്രാവശ്യം കേരളത്തിൽ. ഒരു സീറ്റ് ഏത്? പാലക്കാട്. പാലക്കാട് തൃക്കരിപ്പൂർ MP മുസ്തഫയ്ക്കോ സന്ദീപ് ആരേക്കോ? CP മുസ്തഫയ്ക്കും അല്ലെ? ഭരണം ആര് പിടിക്കും? 85 സീറ്റ് UDF. 85 സീറ്റ് UDF പിടിക്കും. നിങ്ങളെ കാസർഗോഡ് ഇലക്ഷൻ ആയിരിക്കും. മഞ്ചേശ്വരത്ത് കേരളത്തിൽ ആര് ഭരിക്കും? എത്ര സീറ്റ് പിടിക്കും? 85 മുകളിൽ 85 മേലെ നൂറോളം. NDA സീറ്റ് കിട്ടോ? 0. തൃക്കരിപ്പൂർ ആയിരിക്കും. പാലക്കാട് കാസർഗോഡ് ആയിരിക്കും. കാസർഗോഡ് മൈൻ കളക്ടർ മൈൻ. മഞ്ചേശ്വരം ആയിരിക്കും അല്ലെ? കേരളം ആര് ഭരിക്കും? LDF ആയിരിക്കും. LDF 3.0. അതാണ് ഇഷ്ടം. LDF ആയിരിക്കും അല്ലെ? NDA സീറ്റ് ഇടാൻ സാധ്യതയുണ്ട്. ഏതാണ്? പാലക്കാട് കിട്ടോ? ഏതെങ്കിലും ഒന്ന് കിട്ടും. ബാക്കി LDF തൃക്കരിപ്പൂർ സന്ദീപ് ആരേക്കോ അതോ മാർക്സിസ്റ്റ് VP മുസ്തഫയ്ക്കോ? കാസർഗോഡ് ആയിരിക്കും. എന്റെ അഭിപ്രായത്തില് മുസ്ലിം ലീഗ് കാൻഡിഡേറ്റ് ജയിക്കും. മഞ്ചേശ്വരത്ത് ആയിരിക്കും. മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് കാൻഡിഡേറ്റ് ജയിക്കും. കേരളത്തിൽ ആര് ഭരിക്കും? ഭരണം ആര്? UDF ഭരിക്കും. ഇവിടെ ഭരിക്കും. എത്ര സീറ്റ് ഭരിക്കും? 80-90 സീറ്റ് വരെ ലഭിക്കും അല്ലെ? NDA സീറ്റ് വല്ല കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരു 2 സീറ്റ് കിട്ടാൻ സാധ്യത. ഏതൊക്കെയാണ് താങ്കൾ? അത് നിയമവും പാലക്കാടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ അത് പാസ്സായി വരാം. അല്ലെ? മഞ്ചേശ്വരത്തോ? കേരളത്തിൽ ആര് ഭരിക്കും? എത്ര സീറ്റ് കിട്ടാൻ സാധ്യത? 90 മുകളിൽ കിട്ടും അല്ലെ? NDA സീറ്റ് ഓപ്പൺ ആക്കും? ഒന്നുമില്ല. 0 അല്ലെ? നമ്മുടെ സന്ദീപ് വാര്യർ അല്ലേ? താങ്ക് യു. കാസർഗോഡ് ആര് ജയിക്കും? മഞ്ചേശ്വരത്ത് അഷഫൈക്കും അല്ലെ? കേരളത്തിൽ ആര് ഭരിക്കും? UDF ആയിരിക്കും. എത്ര സീറ്റ് കിട്ടാൻ സാധ്യത? 90 മേലെ കിട്ടും അല്ലെ? BJPക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാസർഗോഡ് ആയിരിക്കും. UDF ആയിരിക്കും അല്ലെ? മഞ്ചേശ്വരത്ത് കേരളം ആര് ഭരിക്കാൻ സാധ്യത? NDA സീറ്റ് വല്ല കിട്ടാൻ സാധ്യത? 1-2 സീറ്റിന് സാധ്യതയുണ്ട്. ഏതാണ് സാധ്യത? ഒന്ന് മേനം കിട്ടാൻ സാധ്യതയുണ്ട്. നിയമത്തും പിന്നെ രവിചന്ദ്രേഖരം പാലക്കാട് സാധ്യത കുറവാണ്. നിങ്ങൾക്ക് കിട്ടിയാൽ അതൊന്നും കിട്ടാൻ സാധ്യത. തൃക്കരിപ്പൂർ VP മുസ്തഫയോ അതോ സന്ദീപ് നിയമസഭാ ഇലക്ഷൻ കാസർഗോഡ് ആയിരിക്കും. ഇവിടെ അല്ലേ? മനുഷ്യൻ 10,000 വരെ ജയിക്കും അല്ലേ? മഞ്ചേശ്വരത്തായിരിക്കും സാധ്യത. അഷഫ് അല്ലേ? കേരളം ആര് ഭരിക്കാൻ സാധ്യത? ഇവിടെ ഭരിക്കും. NDA സീറ്റ് കിട്ടും. 0 88 മേലെ ജയിക്കും അല്ലെ? തൃക്കരിപ്പൂർ LDF സ്ഥാനാർത്ഥി VP മുസ്തഫ. കേരളം ആര് ഭരിക്കും? UDF ഭരിക്കും അല്ലെ? എത്ര സീറ്റ് വരെ ലഭിക്കും? 75 മുതൽ 80 വരെ ലഭിക്കും. 75 മുതൽ 80 വരെ ജയിക്കും അല്ലെ? NDA സീറ്റ് ഇടാൻ സാധ്യതയുണ്ടോ? ഒരു 2-ൽ കൂടുതൽ. ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, 2 നേമത്ത്, പിന്നെ മഞ്ചേശ്വരത്തോ? കേരളത്തില് ആര് ജയിക്കാൻ സാധ്യത? കേരളത്തിലെ UDF 100 സീറ്റിന് മുകളിൽ 100 സീറ്റ് മേലെ ജയിക്കും അല്ലെ? NDA സീറ്റ് വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ? NDA ഒരു സീറ്റ് കിട്ടും. ഒരു സീറ്റും കിട്ടില്ല അല്ലെ? തൃക്കരിപ്പൂർ എന്താണ് പ്രതീക്ഷ? തൃക്കരിപ്പൂരിൽ നമ്മുടെ സന്ദീപ് വാര്യർ ജയിക്കും. കാസർഗോഡ് മണ്ഡലത്തിൽ കളക്ടർ ജയിക്കും അല്ലെ? മഞ്ചേശ്വരത്ത് എന്താണ് പ്രതീക്ഷ? കേരളം കേരളം ആര് ഭരിക്കും? UDF തീർച്ചയായും എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്?
സീറ്റ് കൃത്യമായിട്ട് എനിക്കറിയില്ലെങ്കിലും ഭരിക്കാൻ 100% ചാൻസ് ആണ് യു ഡി എഫിന്. എൻ ഡി എക്ക് ഏതെങ്കിലും സീറ്റ് കിട്ടാൻ സാധ്യത? എൻ ഡി എക്ക് 2 സീറ്റ്. 2 സീറ്റ് ഏതൊക്കെയാണ്? എൻ ഡി എ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലം, നിയമവും വട്ടിയൂർക്കാവും. വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ നിയമവും പാലക്കാട്. പാലക്കാട് അല്ലേ? തൃക്കരിപ്പൂരിൽ എന്താണ്? തിരുക്കരിപ്പൂർ LDF സ്ഥാനാർത്ഥി ബി പി മുസ്തഫ. മഞ്ചേശ്വരത്തോ? മഞ്ചേശ്വരത്ത് അസർഫാജി AK മുസ്തഫ അല്ലേ? പിന്നെ കേരള ആയിരിക്കും LDF LDF 3.0 ലോഡിംഗ് അല്ലേ? എൻ ഡി എക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? ചിലപ്പോൾ തിരുവനന്തപുരത്ത് അല്ലേ? ആയിരിക്കും കാതി ചന്ദ്രശേഖരൻ അല്ലേ? 2026 നിയമസഭാ ഇലക്ഷൻ കാസർഗോഡ് ആയിരിക്കും? മഞ്ചേശ്വരത്തായിരിക്കും AK മുസ്തഫ അല്ലേ? കേരള ആയിരിക്കും? LDF 3.0 ലോഡിംഗ് അല്ലേ? എൻ ഡി എക്ക് എന്തെങ്കിലും സീറ്റ് കിട്ടും? BJP എവിടെയെങ്കിലും വരാൻ സാധ്യത? ഒന്നിട്ടില്ല. എവിടെയാണ്? ഒന്നും കിട്ടൂല്ലേ? ഒരു ലക്ക്, ഒരു ഗെയിം. ശരി സാർ, താങ്ക് യു. കാസർഗോഡ് നിയോജകമണ്ഡലത്തിൽ ആര് ജയിക്കും? കളക്ടർ മൈനാജി ജയിക്കും അല്ലേ? മഞ്ചേശ്വരത്ത് AK മുസ്തഫ. കേരളത്തിൽ ആര് ജയിക്കും? UDF ഇവിടെ പേരിക്കും അല്ലേ? എൻ ഡി കൊല്ല സീറ്റ് കിട്ടും? 2 രണ്ടെണ്ണം. ഏതൊക്കെ? വട്ടിയൂർക്കാവ്, ശ്രീലങ്ക, പിന്നൊന്ന് ഇവിടെ പാലക്കാട്, നിയമം. ചന്ദ്രശേഖർ. താങ്ക് യു. കാസർഗോഡ് നിയോജകമണ്ഡലം. കാസർഗോഡ് കലക്ടർ മൈനാജിയാണ് കാസർഗോഡ്. മഞ്ചേശ്വരം അഷ്റഫ്. തൃക്കരിപ്പൂർ നമ്മുടെ BP മുസ്തഫ അല്ല മറ്റേ സന്ദീപ് വാര്യർ ജയിക്കാനാണ് സാധ്യത. അല്ലേ? കേരളത്തിൽ ആയിരിക്കും ഭരണം? കേരളം UDF തരംഗാണ് ഇപ്പോൾ കാണുന്നുള്ളത്. തുടർഭരണം കിട്ടാനുള്ള ചാൻസ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എത്ര സീറ്റ് കിട്ടും UDF? സീറ്റിന്റെ ഏകദേശം 80 എൻ ഡി എക്ക് സീറ്റ് ഉണ്ടോ? എൻ ഡി എക്ക് 0 സീറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. താങ്ക് യു. ജയിക്കും? കളക്ടർ മൈനാജി ജയിക്കും. മഞ്ചേശ്വരത്ത് അഷ്റഫ് ചെറിയ വോട്ടിനെങ്കിൽ ജയിക്കും. കേരളത്തിൽ ആയിരിക്കും അടുത്ത്? UDF എത്ര സീറ്റ് കിട്ടും? 82 സീറ്റ്. 82 സീറ്റ്. എൻ ഡി എക്ക് സീറ്റ് കിട്ടും? എൻ ഡി എക്ക് കൂടിയാൽ 1, മാക്സിമം 1. അത് നമ്മുടെ ചന്ദ്രശേഖർ നിയമം. കളക്ടർ മൈനാജി 3000-ൽ പരം വോട്ടിന് ജയിക്കും. മഞ്ചേശ്വരം 6000 വോട്ടിന് ജയിക്കും അല്ലേ? കേരളത്തിലെ ഭരണത്തിന്റെ അവസ്ഥ? 98 സീറ്റ് UDF. അല്ലേ? എൻ ഡി എക്ക് ഏതെങ്കിലും സീറ്റ്? ഇന്ത്യക്ക് വരണം. ഏത്? തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ്, നേമത്ത്, ചന്ദ്രശേഖർ, പാലക്കാട് UDF. കാസർഗോഡ് കലക്ടർ മൈനാജി മഞ്ചേശ്വരത്ത് 8,000+. ഓക്കെ. മഞ്ചേശ്വരം AK മുസ്തഫ ചെറിയ വോട്ട് 2,000. അല്ലേ? തൃക്കരിപ്പൂരായിരിക്കും? തൃക്കരിപ്പൂർ സന്ദീപ് വാര്യറിന് നേരെ ചാൻസ് ഉണ്ട്. അല്ലേ? എൻ ഡി എക്ക് സീറ്റ് കിട്ടോ? ഇന്ത്യക്ക് മാക്സിമം 1. ഏത്? നിയമം. ചന്ദ്രശേഖർ. പാലക്കാട് പിഷാടി UDF ആയിരിക്കും? LDF ആയിരിക്കും? UDF എത്ര സീറ്റ് കിട്ടും? 85. 85 സീറ്റ്. കാസർഗോഡ് ആയിരിക്കും? കളക്ടർ മൈനാജി മഞ്ചേശ്വരത്ത് അഷ്റഫ് AK അഷ്റഫ് തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ ജയിക്കും അല്ലേ? ആര് ഭരിക്കും? UDF. എത്ര സീറ്റ് ഒരു 78. 28 സീറ്റ് കുടിക്കും അല്ലേ? എൻ ഡി എ കൊണ്ടുപോകണോ? ഇല്ല. 0. 2026 ആര് ജയിക്കും? കാസർഗോഡ് നിയോജകമണ്ഡലം നമ്മുടെ UDF സ്ഥാനാർത്ഥി മൈനാജി ജയിക്കും. അത് സംശയമില്ല. ഓക്കെ. മഞ്ചേശ്വരം അഷ്റഫാണ്. ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. തൃക്കരിപ്പൂർ LDF സാധ്യത. അല്ലേ? ഭരണം ആര് കിട്ടും? ഭരണം ഏതായാലും 30 ഉള്ളത്. ഏതായാലും കൂടുതൽ ചാൻസ് LDF തോന്നുന്നു. LDF 3.0 അല്ലേ? എൻ ഡി എക്ക് സീറ്റ് കിട്ടോ? ഇന്ത്യക്ക് 1, 2. ആര്? ഒന്ന് ഇവിടെ നിയമം ചന്ദ്രശേഖരൻ. അതെ. പാലക്കാട് കിട്ടൂല. വിശാലടി.